യതീഷ് ചന്ദ്രയുടെ കാര്യം ക്ലിപ്പ് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് കൊടുത്തു. യതീഷ് ചന്ദ്ര വൈപ്പിനിൽ പോയിട്ടുണ്ടോ? ആദ്യം നിങ്ങൾ ആ സത്യം പറയൂ. യതീഷ് ചന്ദ്ര എപ്പോഴാണ് വൈപ്പിനിൽ പോയതെന്ന് നിങ്ങൾ ആദ്യം പറയും. അത് ആദ്യം പറയും. പുതുവൈപ്പിൽ നോക്കുക, അതല്ല, ഇല്ലില്ല. നിങ്ങൾ കാണിക്കുന്നത് പുതുവൈപ്പിനിൽ കല്ലേറിലും അവിടെ ഉണ്ടായിരുന്ന കാര്യത്തിലും ചോര ഒലിപ്പിക്കുന്നവരെയാണ് യതീഷ് ചന്ദ്രയുടെ ആളായിട്ട് കാണിക്കുന്നത്. അത് തെറ്റാണ്. യതീഷ് ചന്ദ്ര ഇവിടെ പ്രധാനമന്ത്രി വന്ന ദിവസം വാസ്തവത്തിൽ വലിയൊരു ത്രെട്ട് പോലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ദിവസം പെട്ടെന്ന് കയറി പ്രധാനമന്ത്രി പോകുന്ന റൂട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അയാൾ ആരെങ്കിലും എത്രയാണ് കാണിച്ചിരിക്കുന്നത്? ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടു. അപ്പോൾ ഇത് നോക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം കേരളത്തിൽ ഇത് നോക്കുക, എന്ത് ഒരു വികസനത്തിൻ്റെ പ്രശ്നം വന്നാലും അവിടെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ആ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട് അത് പരിഹരിക്കുകയാണ്. അതിന് ഗവൺമെൻറ് അടുത്ത് ഡിമാൻഡ് പറയുക, അതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ 3-4 കോടി ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. 5000-6000 പേർക്ക് പ്രശ്നം ഉണ്ടാകും. ആ 5000-6000 പേർക്ക് മാക്സിമം പ്രശ്നം ഉണ്ടെങ്കിൽ അതിലെന്താണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതല്ല നമ്മളിപ്പോൾ കേരളം മാത്രമാണ് ഇങ്ങനെയുള്ളത്. ഇപ്പോൾ കേരളത്തിലെ റോഡുകളിൽ മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞു. 4 ലൈൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്താണ് കാരണം? 3000-4000 ആൾക്കാർ കൂടി ഒരു ഒബ്ജക്ഷൻ കൊടുത്താൽ ആ ഒബ്ജക്ഷൻ അനുസരിച്ച് പോവുകയാണ്. അപ്പോൾ 3.5 കോടി ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് പോലീസ് നടപടിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രോജക്റ്റ് 2009 നടക്കുകയാണ്. ആ പ്രോജക്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളത് ഒരു നിർദ്ദേശമാണ് പോലീസിനുള്ളത്. അല്ലാതെ പോലീസ് ആരുടെയും വീട്ടിൽ പോയി ആക്രമിച്ചിട്ടില്ലല്ലോ. ആരുടെയും വീട്ടിൽ പോയി ആക്രമിച്ചോ? പോലീസിന് അവിടെ പ്രൊട്ടക്ഷൻ നടത്തുന്നിടത്ത് പ്രശ്നം ഉണ്ടായാൽ പോലീസ് അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ആ നടപടികളെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ യതീഷ് ചന്ദ്രയുടെ പേര് പറഞ്ഞ് നിങ്ങൾ അവിടുത്തെ ക്ലിപ്പിംഗ് കാണിച്ചാൽ എങ്ങനെ ശരിയാകുന്നത്? യതീഷ് ചന്ദ്ര നഗരത്തിൽ ആളുകളെ സമരക്കാരെ നേരിട്ട രീതി ശരിയായിരുന്നു. യതീഷ് ചന്ദ്ര അന്ന് ചെയ്യേണ്ടത്, അന്നത്തെ സിറ്റുവേഷൻ നോക്കണം. മോട്ടോർകേഡ് പ്രധാനമന്ത്രിയുടെ വരുന്ന റൂട്ടിൽ അതിൻ്റെ SPGക്കാരുടെ മുഴുവൻ ഇത് നടക്കുന്ന സമയത്ത് അയാൾക്ക് മാത്രമാണ് പെട്ടെന്ന് പോകേണ്ട വന്നത്. അതൊരു മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരം പോലും ഇല്ലായിരുന്നു. അവിടെ ആളെ മാറ്റേണ്ടവർ. എന്തായിരുന്നു അന്നത്തെ ത്രെറ്റിനെ കുറിച്ച് സാർ സൂചിപ്പിച്ചിരുന്നത്? ആ ത്രെറ്റ് പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ടെറർ മൊഡ്യൂൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്ക് ആരും റിസ്ക് എടുക്കാൻ പറ്റില്ല. അത്ര തന്നെ. ശരിയാണോ അല്ലേന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇത്ര ക്രൂരമായി ഒരാളെ ആൾക്കാരെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്ത് കാരണത്തിന്റെ പേരിലല്ലോ അത് ശരിയാണോ? ഞാൻ ചോദിക്കുന്നത് യതീഷ് ചന്ദ്രൻ മർദ്ദിച്ചതിന്റെ മാത്രം നിങ്ങളൊന്ന് കാണിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാണിക്കൂ. മർദ്ദിക്കുന്ന എല്ലാ ചാനലും വരുന്നുണ്ട്. എല്ലാ ചാനലും അല്ല, യതീഷ് ചന്ദ്ര എന്തുകൊണ്ടാണ് മർദ്ദിക്കുന്നത്? എത്ര വലുതായിരുന്നു? അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. ഭീകരവാദി ആക്രമണം തന്നെയായിരുന്നു അത്. ഈ സമരത്തിന് പിന്നിൽ ഈ തീവ്ര സംഘടനകൾ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവിടെ ഒരാളില്ലാത്തവരും സമരത്തിന് വരുന്നുണ്ട്. സാർ, അതുപോലെ യതീഷ് ചന്ദ്ര അല്ലാതെ മറ്റുദ്യോഗസ്ഥർ പുതുവൈപ്പിൽ നടന്ന അക്രമത്തിൽ പരിക്കേറ്റ ദൃശ്യങ്ങൾ കണ്ടല്ലോ. അത് യതീഷ് ചന്ദ്ര അല്ലായിരിക്കും. മറ്റുദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സാധ്യതയുണ്ട്. നോക്കൂ, നമ്മൾ ഈ കാര്യത്തിൽ ശരിയും തെറ്റും എല്ലാം നോക്കുന്നത്. ഇപ്പം ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ചോദിക്കുന്നതിന് ഇത് നിങ്ങളുടെ ഏത് TV? ന്യൂസ് 18. അപ്പം എനിക്ക് തോന്നുന്നു ആരോ കാലത്ത് തന്നെ ന്യൂസ് 18 നിന്നാണ് വിനോദ് എന്ന് പറഞ്ഞാൽ വിളിച്ചു തോന്നുന്നു. അത് വേറെ എന്തോ കാര്യത്തിനായിരുന്നു. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് പോലീസ് ഒരു ലബോറട്ടറിയിലല്ല വർക്ക് ചെയ്യുന്നത്. ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ലബോറട്ടറിയിലല്ല. അപ്പോൾ പോലീസിന് ചില സമയത്ത് വളരെ കൃത്യമായിട്ട് ഒരാളെ പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലെ ശരിയും തെറ്റൊക്കെ പിന്നീട് തീരുമാനിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ഗവൺമെൻറ് അടുത്ത് പ്രസൻറ്റ് ചെയ്ത് അവർ മാറ്റുക. അതിനാണല്ലോ ഗവൺമെൻറ് മീറ്റിങ്ങുകൾ വയ്ക്കുന്നത്. അതല്ലാതെ കേരളത്തിൽ ഒരു വികസനം പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും?